അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എടത്താപ്പള്ളീൻ്റെ അടുത്തുള്ള കായലിലാണ് ഉള്ളത്. എടത്താപ്പള്ളി പോയി കണ്ടു. ഇനിയിപ്പം ബോട്ട് യാത്രയാണ്. അപ്പം ബോട്ട് യാത്രക്കായി ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടീമും കൂടെ കായലിൽ പോവുകയാണ്. ഞാനതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീഡിയോ ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും കാണുക, ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി സുഹൃത്തുക്കൾ. ബോട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എടത്താപ്പള്ളിയുടെ ആലപ്പുഴ എടത്താപ്പള്ളിയുടെ അടുത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. ടീംസൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ കായൽ യാത്ര തുടങ്ങി. ഇനി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനേ നിർത്തൂലൂ, അതുവരെ യാത്രയാണ്. തണ്ണിമത്തനാണ് കട്ട് ചെയ്തത്, കേക്കല്ല സുഹൃത്തുക്കളെ. ഞാൻ വിചാരിച്ച് കേക്കാണ്. എടത്താപ്പള്ളിയുടെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ പറയാം. എടത്താപ്പള്ളി അത്രയും വലിയൊരു പള്ളിയാണ്. ഇടവകയിൽ അത്രയും ആൾക്കാരുള്ളതാണ്. പള്ളിയുടെ വകയായിട്ട് തന്നെ കടകൾ, സ്കൂളുകൾ, കോളേജ്, ITI, അങ്ങനെ എല്ലാം ആ ഇടവകയിൽ എന്തൊക്കെ വേണോ എല്ലാ സൗകര്യവും പള്ളി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതും സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. പുണ്യാളൻ്റെ ഇതൊക്കെയുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കായലിലൂടെ യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഓരോ കാഴ്ചകളുമായി നമുക്ക് മുന്നോട്ട് പോവാം. ബോട്ട് ഓടിക്കാനൊന്നും അറിയില്ല. ഡ്രൈവർ നേരെ സെറ്റാക്കി സ്റ്റാർട്ടാക്കിയിട്ട് തന്നുകൊണ്ട് ഓടിച്ചു എന്നേ ഉള്ളൂ. വളരെ കഷ്ടപ്പാടാണ് ഈ പണി. അപ്പോൾ ഞാൻ ചുമ്മാ തമാശക്ക് നോക്കി എന്നേ ഉള്ളൂ. കുട്ടനാട് വന്നിട്ട് ഇതിൽ കയറിയിട്ടെങ്കിൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് കുട്ടനാട് ആരെങ്കിലും വരുവാണെങ്കിൽ ഹൗസ് ബോട്ട് കയറാൻ നോക്കുക. നല്ല രസമുള്ള ഇതാണ്, വ്യൂ ആണ്, നല്ല വൈബാണ്. ഇങ്ങനെ ബോട്ടിലേക്കൂടെ ഇങ്ങനെ കറങ്ങാൻ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടിരിക്കുകയാണ് മക്കളെ. നോക്കൂ എന്തെല്ലാം സാധനങ്ങളാണെന്ന്. ഒരുപാട് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്. എല്ലാം നല്ല ടേസ്റ്റിയാണ്. എന്തൊക്കെ പേര് എന്നുള്ളതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ഒന്നും എനിക്കറിയില്ല. കുറേ മത്സ്യങ്ങളും താറാവ് കറി, ഇതൊക്കെ മറ്റേതോ ഒരു മീനാണ്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ ഇതിൽ ചമ്മന്തി പോലെയുള്ള സാധനമാണ്. കപ്പ ഉണ്ട്. കപ്പ തീർന്നതാണ് ആദ്യം വെക്കും. പിന്നെ കിഴങ്ങുണ്ട്, ചക്കരക്കിഴങ്ങുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, ഞണ്ടുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആഹാരങ്ങൾ, അപ്പം, വെള്ളപ്പം, മറ്റേ പുട്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എല്ലാം കഴിച്ചു.
ചെമ്മീൻ, കരിമീൻ, നെയ്മീൻ, വാള, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കി. ഇതെന്തോ ഒരു കുഞ്ഞു മീൻ പൊരിച്ചതാണ്, ചെമ്മീനാണ്, മറ്റേ മീൻ, അങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ പേര് അറിയെങ്കിലൊന്ന് പറഞ്ഞു തരുക. പിന്നെ ഇവിടെ താറാവ് കറി പാചകം ചെയ്യുകയാണ്. ഇതാണ് വട്ടക്കായൽ, ആലപ്പുഴ വട്ടക്കായൽ. ഇതിൻ്റെ അപ്പുറം കടലാണ്. ഹൗസ് ബോട്ടുകളൊക്കെ ഒന്ന് ഇടയായിട്ട് നിൽക്കുന്ന സ്ഥലമാണിത്. ഒരിടത്താവളം പോലെ ഫ്ലോട്ടിംഗ് ബോട്ട് ചെട്ടിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുറേ വന്ന് സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ഐസ്ക്രീം കടകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. കടലിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കായൽ. അപ്പോൾ ആ കായലിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ വന്ന ബോട്ട് വാടിയുണ്ട്. എന്താ പറയുക, സ്പീഡ് ബോട്ട്, മത്സ്യ ബോട്ട്, അങ്ങനെ കുറേ ബോട്ടുകൾ കൂടി ഉണ്ട്. ഇത് ഐസ്ക്രീം ബോട്ട്, ഫ്ലോട്ടിംഗ് ജെട്ടി. ഇവിടെ ഒരു വട്ടിക്കുട്ടി. ഇവിടെ അങ്ങോട്ട് നടന്നു പോയാൽ കരിയായി. നമ്മളിപ്പോൾ ആ ബോട്ട്, ഹൗസിംഗ് ബോട്ട് വരുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ച് എൻജോയ്മെൻ്റൊക്കെ നടത്തി നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. സ്പീഡ് ബോട്ടിലൊക്കെ കയറി ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സ്പീഡ് ബോട്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ യാത്ര ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യാം.